ഓക്കെ മുംതാസ്. കുടിക്കാൻ പോവാട്ടോ. ഓക്കെ, നമുക്കൊരു സെറ്റ് എ ഉണ്ടെന്ന് വിചാരിക്കാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ഓക്കെ, ഇതിന് കുറച്ചധികം സബ്സെറ്റ്സ് ഉണ്ട്. സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സെറ്റിനകത്ത് അതിന്റെ സൂപ്പർ സെറ്റിലുള്ള, ഇപ്പൊ എ എന്ന് പറയുന്നത് അതിന്റെ ഒരു സൂപ്പർ സെറ്റ് ആണ്. എ എന്ന് പറയുന്ന ഒരു സൂപ്പർ സെറ്റ് ആണ്. ഈ സൂപ്പർ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും, ലൈക്ക് സബ്സെറ്റിനകത്ത് ഉള്ള എല്ലാ എലമെന്റ്സും സൂപ്പർ സെറ്റിൽ ഉണ്ടായിരിക്കണം. പക്ഷെ സൂപ്പർ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും സബ്സെറ്റിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഇതിന് സബ്സെറ്റ്സ് നമ്മൾ എഴുതുമ്പോഴത്തേക്കും എയുടെ സബ്സെറ്റ്സ് എഴുതുമ്പോൾ ആദ്യത്തെ സബ്സെറ്റ് 5 ആണ്. നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഓൾ ദി സെറ്റ്സ്. ക്ലിയർ ആണല്ലോ? നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഓൾ ദി സെറ്റ്സ്. അതുകൊണ്ട് ആദ്യത്തെ സബ്സെറ്റ് 5 ആണ്. മുംതാസ് വീഡിയോ. പിന്നെ നമുക്ക് സെറ്റ് 1 2 3 4 ഇതൊരു സബ്സെറ്റ് ആണ്. അതുപോലെ സെറ്റ് 1 2 3 ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 1 2 ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 1 ഒരു സബ്സെറ്റ് ആണ്. അതുപോലെ തന്നെ സെറ്റ് 2 ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 3 ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 4 ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, സെറ്റ് 4 ഒരു സബ്സെറ്റ് ആണ്. അപ്പോ ഇതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇത് തന്നെ ഇതിന്റെ സബ്സെറ്റ് ആയിട്ടും പറയാം. സെറ്റ് 1 2 3 4 5 എന്ന് പറയുന്നതും ഇതിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് തന്നെ ഇതിന്റെ സബ്സെറ്റ് ആണെന്ന് പറയാം. അത് കൂടാതെ 5 ഉണ്ട്. 1 2 3 4 1 2 3 1 2 പിന്നെ 1 2 3 4 എല്ലാം ഓരോന്ന് വെച്ചിട്ടുള്ള സബ്സെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സെറ്റിന് ഇത്രയും സബ്സെറ്റ്സ് ഉണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഇപ്പൊ ഈ ഒരു സെറ്റിനെ ഞാൻ ബി എന്ന് എടുക്കുവാണെങ്കിൽ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് എനിക്ക് എഴുതാം. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇങ്ങനെയാണ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ബി. എ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ബി. അപ്പം ആദ്യത്തെ എഴുതിയിട്ട് ഇങ്ങോട്ടാണ് ഈ സിമ്പൽ ഇടുന്നതെങ്കിൽ ഇവിടെ ഉള്ളത് സൂപ്പർ സെറ്റും ഇവിടെ ഉള്ളത് സബ്സെറ്റും ആണ്. ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ ഉള്ളത് സബ്സെറ്റ്, ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് സബ്സെറ്റ്, ഇവിടെ ഉള്ളത് സൂപ്പർ സെറ്റ്. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. എ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ബി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാല് a subset having at least one element less than the universal, at least one element less than its superset is known as a proper subset. അപ്പോ ഈ തന്നിരിക്കുന്ന സബ്സെറ്റുകളിൽ ഇതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണ്. കാരണം ഇതിലെല്ലാം എന്താ, അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഈ സൂപ്പർ സെറ്റിനെ അപേക്ഷിച്ച് കുറവാണ് അല്ലെ? ഇവിടെ മാത്രമേ സൂപ്പർ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഉള്ളൂ. ബാക്കി എല്ലാത്തിലും സൂപ്പർ സെറ്റിനെ അപേക്ഷിച്ച് അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും കുറവാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ഇനി ഇൻ കേസ് പ്രോപ്പർ സബ്സെറ്റ് അല്ലെങ്കിൽ എ ഈസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ഇങ്ങനെയാണ് നമ്മൾ നൊട്ടേഷൻസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സി അങ്ങനെ എഴുതുന്നത്? Okay. A is a subset of B. A is a proper subset of B. A is not a proper subset of B. ഇങ്ങനെയാണ് ജനറൽ നൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താണ് സെറ്റ്, എന്താണ് സബ്സെറ്റ്, എന്താണ് സൂപ്പർ സെറ്റ്, ഇത്രയും കാര്യങ്ങളെ പറ്റി ഒരു ബേസിക് ഐഡിയ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് പറയാൻ അറിവുണ്ടായിരിക്കണം. അതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ ആണോ? അടുത്തത് പിന്നെ ഈ 5യുടെ കാര്യം മറന്നു പോകരുത്. എല്ലാ സെറ്റുകളുടെയും ഒരു സബ്സെറ്റ് ആണ് 5, നൾ സെറ്റ് അല്ലെങ്കിൽ 5. ഓക്കെ, അടുത്തത് പവർ സെറ്റ്. പവർ സെറ്റ് ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും കൂടെ
എല്ലാ സബ്സെറ്റുകളുടെയും കൂടെ ഒരു സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ദി കളക്ഷൻ ഓഫ് ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഇസ് നോൺ ആസ് പവർ സെറ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സെറ്റ് ഉണ്ട്, സെറ്റ് എ ബി. ഇതിന്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാ? സബ്സെറ്റ്സ് ഏതൊക്കെയാ? 5 ഉണ്ട്, സെറ്റ് എ ഉണ്ട്, സെറ്റ് ബി ഉണ്ട്, പിന്നെ സെറ്റ് എ ബി ഉണ്ട്. ഇത്ര എണ്ണാണ് ഇതിന്റെ സബ്സെറ്റ്സ് അല്ലെ? ഈ സബ്സെറ്റുകളെ എല്ലാം കൂടെ ഒരു രണ്ട് ഫ്ലവർ ബ്രാക്കറ്റിനകത്തിട്ടാൽ ഇതാണ് പവർ സെറ്റ്. ഇതാണ് പവർ സെറ്റ്. മനസ്സിലായോ പവർ സെറ്റ്? ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും കൂടെ ഉള്ള ഒരു സെറ്റാണ് പവർ സെറ്റ്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എ കളക്ഷൻ ഓഫ് ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഇസ് കോൾഡ് ഇറ്റ്സ് പവർ സെറ്റ്. ഫോർ എക്സാമ്പിൾ, if set A is equal to set AB, then the possible subsets are phi, set A, set B and set AB. Then the power set is denoted by P of A. Power set of A is equal to set of phi, set A, set B, set AB. Okay. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇങ്ങനത്തെ ബ്രാക്കറ്റിലാണ്. ഫ്ലവർ ബ്രാക്കറ്റ് ഇട്ട് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഓക്കെ, പിന്നെ അവിടെ താഴെ ഒരു സംഭവം തന്നിരിക്കുന്നതുണ്ടോ? ഇഫ് n of A is equal to 2, P of A consists of 4 subsets. അത് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇപ്പൊ നമുക്കൊരു സെറ്റ് എ ഉണ്ടെന്ന് വിചാരിക്കുക. A is equal to സെറ്റ് 1, 2. ഇതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ട്? സബ്സെറ്റ്സ് എന്ന് പറഞ്ഞ എയുടെ സബ്സെറ്റ്സ് ഏതൊക്കെയാ? എയുടെ സബ്സെറ്റ്സ് 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2. ഓക്കെ ആണല്ലോ. ഇനി ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, മേ ബി ഒരു 4, 5, 6. ഓക്കെ, 4, 5, 6. ഇതിന്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. 5, set 4, set 5, set 6, set 4, 5, set 5, 6, set 4, 6, set 4, 5, 6. ആണോ? ഇതിൽ എത്ര എണ്ണം ഉണ്ട്? ആദ്യത്തേല് 1, 2, 3, 4. 1, 2, 3, 4. എത്ര സബ്സെറ്റ്സ് ഉണ്ട്? 4 സബ്സെറ്റ്സ് ഉണ്ട്. ഇതിലോ 1, 2, 3, 4, 5, 6, 7, 8. 8 സബ്സെറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2. അപ്പോ ഒരു സെറ്റിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ്, ഒരു സെറ്റില് m എലമെന്റ്സ് ഉണ്ടെങ്കിൽ, ഒരു സെറ്റില് m നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ, if a set is having m number of elements, then the number of subsets is given by 2 raised to m. If a set is having m number of elements, then the number of subsets of the set is given by 2 raised to m. ശരിയല്ലേ നോക്കിയേ? ഇവിടെ 2 raised to 2 ചെയ്താൽ, ഇവിടെ ആണെങ്കിൽ 3 എലമെന്റ്സ് ആ ഉള്ളത്. അപ്പൊ 2 raised to 3 ചെയ്താൽ 8 സബ്സെറ്റ് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 4 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ എത്ര സബ്സെറ്റ് ഉണ്ടാവും? 4 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2 raised to 4. 2 raised to 4. 2 raised to 4. That is equal to 16. 2 raised to 4 equal to 16. ഇത് മനസ്സിലായോ? അപ്പൊ നമ്മള് സെറ്റ് എഴുതാൻ പഠിച്ചു, അതിന്റെ സബ്സെറ്റ്സ് എഴുതാൻ പഠിച്ചു. പിന്നെ സബ്സെറ്റ്സ്, ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാനും പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് അതിന്റെ സബ്സെറ്റ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് അത് എത്ര എണ്ണം ഉണ്ടെന്ന് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് തെറ്റി പോകത്തില്ല. കാരണം ഇത് എഴുതുമ്പോഴത്തേക്കും
8 എണ്ണം വരണം. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 8 എണ്ണവും ഒപ്പിച്ച് എഴുതും. ഓക്കെ, പിന്നെ 5യുടെ കാര്യം മറക്കരുത്. അവസാനം പറഞ്ഞ സംഭവം ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എത്ര എലമെന്റ്സ് ഉണ്ട്? 5 അല്ല എലമെന്റ്സ് 2 അല്ല 5. ഇനി നമ്മൾ ഇതിന്റെ സബ്സെറ്റ്സ് എഴുതാൻ പോവാണ്. സബ്സെറ്റ്സ് ഏതൊക്കെയാ? 5 സെറ്റ് 1 5 കൂടെ കൂട്ടിയാണോ അപ്പം നമ്മൾ അതെ അതെ. 5 അല്ല കേട്ടോ, 5 ഓക്കെ 5. അപ്പോ ഒരു മിനിറ്റ്. ഓക്കെ, ഇതിന്റെ സബ്സെറ്റ്സ് അപ്പോ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2 ആണല്ലോ. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്രയുണ്ട്? 4. ഓക്കെ, ഇനി വേറൊരു സബ്സെറ്റ് ബി ഉണ്ടെന്ന് വിചാരിക്കുക. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3. ഇതിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്? 3. നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ടു 3. ഇതിന്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാ? 5 സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1, 2, സെറ്റ് 2, 3, സെറ്റ് 1, 3, സെറ്റ് 1, 2, 3. 1, 2, 3. എത്ര ഉണ്ട് നമ്പർ ഓഫ് സബ്സെറ്റ്സ്? 8 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. If a set is having n or m number of elements, if a set is having m number of elements, then the number of subsets is equal to 2 raised to m. If a set is having m number of elements, then the number of subsets is equal to 2 raised to m. Correct അല്ലേ നോക്കിയേ? ഇവിടെ number of elements 2 ആണ് ആദ്യത്തെ സെറ്റില്. നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയാ? 2 raised to 2 equal to 4 വന്നില്ലേ? ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് 3 ആണ്. അപ്പോ സബ്സെറ്റ്സിന്റെ നമ്പർ എങ്ങനെ വരും? 2 raised to 3. 2 raised to 3 എത്രയാ? 8. കണ്ടോ? ഇനി നമുക്കൊരു 5 എലമെന്റ്സ് ഉള്ള സബ്സെറ്റ് ആണെങ്കിൽ 5 എലമെന്റ്സ് ഉള്ള സെറ്റ് ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിൽ ബി 2 raised to 5. 100 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. 100 എലമെന്റ്സ് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയുവാണ്. There is a set having 100 elements. What will be the number of subsets? Answer 2 raised to 100. Okay. കണ്ടുപിടിക്കാന്ന് പോണ്ട, ഇങ്ങനെ എഴുതി വെച്ചാ മതി. അപ്പൊ ഇത് മറന്നു പോവാതെ അവിടെ അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഇല്ലസ്ട്രേഷൻ 1 ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 1. Let A is equal to set ABCD. Write down set of all subsets of A. ഈ set of all subsets of A എന്ന് പറഞ്ഞാൽ അത് എന്ത് സെറ്റാ? Set of all subsets of A എന്ന് പറഞ്ഞാൽ അത് ഏത് സെറ്റാ? പവർ സെറ്റ് ആണ്. വെരി ഗുഡ്, പവർ സെറ്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ ആണ്, പി ഓഫ് എ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ആണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഡൗൺ ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. റൈറ്റ് ഡൗൺ എ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. അപ്പൊ ഇതിന്റെ പവർ സെറ്റ് എഴുതുക. പവർ സെറ്റ് ഓഫ് എ എഴുതുക. എഴുതി നോക്കി തന്നെ. അപ്പൊ എത്ര എലമെന്റ്സ് വരണം? ഇതിന്റെ പവർ സെറ്റ് എഴുതുമ്പോ അതിനകത്ത് എത്ര എലമെന്റ്സ് വരണം? 2 raised to 4. 2 raised to 4. That is equal to 16 elements വരണം.
എഴുതി നോക്കി. എല്ലാരും എഴുതിയോ? 16 എലമെന്റ് കിട്ടിയോ? കിട്ടി മിസ്. ഫൈ ABCD ABC AB AC AD ABCD പിന്നെ BCD ACD പിന്നെ ABD 16 16 കിട്ടണം. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. കിട്ടി മിസ്. കിട്ടിയോ? 16 കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടി കിട്ടി. പ്രണവ, മുംതാസ്, ക്യാമറ എല്ലാവർക്കും കിട്ടിയോ? 16. ഓക്കെ. ഇനി അടുത്തത് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് ഓർ മാസ്റ്റർ സെറ്റ്. ഇതെന്ന് പറഞ്ഞ ശരിക്കും ഒന്നുമില്ല. നമ്മൾ ഒരു സിറ്റുവേഷനിൽ കൺസിഡർ ചെയ്യുന്ന എല്ലാ എലമെന്റ്സിനെയും ഉൾക്കൊള്ളുന്ന ഒരു സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ സെറ്റ് എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എർത്ത് ഉൾപ്പെടുന്ന എല്ലാ പ്ലാനറ്റ്സും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഉള്ള എല്ലാ എലമെന്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഏതൊക്കെയാ പോസിബിൾ ഔട്ട്കംസ്? ഹെഡ് അല്ലെങ്കിൽ ടെയില്. സെറ്റിനകത്ത് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത്, ഹെഡ് അല്ലെങ്കിൽ ടെയില്. ഓക്കെ. അപ്പോ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള യൂണിവേഴ്സൽ സെറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ സെറ്റ് ആണ് സെറ്റ് HT. ഓക്കെ ആണോ? യൂണിവേഴ്സൽ സെറ്റ് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ കൺസിഡർ ചെയ്യുന്ന എല്ലാ എലമെന്റ്സും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലുള്ള എല്ലാ എലമെന്റ്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ സെറ്റ് എന്ന് വിളിക്കുന്നത്. അതിലവിടെ അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. എനിക്കൊരു 4ാമത്തെ സെന്റൻസിൽ വരും. യൂണിവേഴ്സൽ സെറ്റ് ഇസ് ദ വൺ വിച്ച് കണ്ടെയ്ൻസ് ഓൾ എലമെന്റ്സ് അണ്ടർ കൺസിഡറേഷൻ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. ഓക്കെ. പേജ് നമ്പർ 102. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ഈക്വൽ സെറ്റ്സ് ഓർ ഐഡന്റിക്കൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ് ഓർ ഐഡന്റിക്കൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റില്, അതായത് 2 സെറ്റുകൾ തമ്മിൽ ഈക്വൽ ആവണമെങ്കിൽ അവയുടെ അകത്തുള്ള എല്ലാ എലമെന്റ്സും സെയിം ആയിരിക്കണം, അവയുടെ നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആയിരിക്കണം. അതായത് ഒരെണ്ണം എടുത്താൽ മറ്റേത് തന്നെ ആകണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, സെറ്റ് ABCD ആണെങ്കിൽ if set A is equal to set ABCD, B equal to set BDAC, then we can say that A is equal to B. കാരണം എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്, ബിയിലുള്ളതെല്ലാം എയിലുള്ളൂ. ലൈക്ക് എയിലുള്ളതേ ബിയിലുള്ളൂ, ബിയിലുള്ളതേ എയിലുള്ളൂ. എവിടെയും ഒരെണ്ണം അഡീഷണലും ഇല്ല, ഒരെണ്ണം കുറവും ഇല്ല. ഇവർ രണ്ടുപേരും ഐഡന്റിക്കൽ ആണ്. ഓക്കെ. അപ്പൊ ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വൽ സെറ്റ്സ്. ഇവയുടെ നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആയിരിക്കും,
നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആയിരിക്കും, എലമെന്റ്സും സെയിം ആയിരിക്കും. Okay, all elements will be same and the number of elements will also be same. Clear? Okay. ഇനി അടുത്തത് ഈ ഈക്വൽ സെറ്റും അടുത്തതാണ് ഇക്വിവാലന്റ് സെറ്റ്. ഇക്വിവാലന്റ് സെറ്റ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ സെറ്റ്സ് ആൻഡ് ഈക്വലന്റ് സെറ്റ്സ്? എക്സാമിന് ഷുവർ ആയിട്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ സെറ്റ്സ് ആൻഡ് ഈക്വലന്റ് സെറ്റ്സ്? ഇക്വിവാലന്റ്, വാലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിവാലന്റ് equal number of elements. Equivalent set എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റില് എലമെന്റ്സ് സെയിം ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഇഫ് സെറ്റ് എ ഇസ് ഈക്വൽ ടു എ ബി സി ആൻഡ് സെറ്റ് ബി ഇസ് ഈക്വൽ ടു 1 2 3. ഇവിടെ എലമെന്റ്സ് സെയിം അല്ല, പക്ഷെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാ? നമ്പർ ഓഫ് എലമെന്റ്സ് രണ്ടിലും 3 ആണ്. അതുകൊണ്ട് ഇവയെ നമ്മൾ ഈക്വലന്റ് സെറ്റ്സ് എന്ന് വിളിക്കും. അതേസമയം നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആയിട്ട് വരുന്ന സെറ്റുകളെയാണ് ഈക്വൽ സെറ്റ്സ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ സെറ്റ്സ് എന്ന് പറയുന്നത്. ഇക്വിവാലന്റ്, വാലന്റ് എന്ന് വെച്ചാൽ ഈക്വൽ നമ്പർ. ഓക്കെ, ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഈക്വൽ സെറ്റ്സും ഈക്വലന്റ് സെറ്റ്സും ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. വേഗം വായിച്ചു നോക്കിയേ. ഇവിടെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആയിരിക്കും, അതുപോലെ തന്നെ എലമെന്റ്സും സെയിം ആയിരിക്കും. ഈക്വലന്റിലാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. മുംതാസ് അവിടെ ഉമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുകയാണല്ലോ. ഉമ്മ എന്റെ ഇടയ്ക്ക് തുണിയാൻ വേണ്ടി റൂമിലോട്ട് കയറി വന്നതാ. ഓക്കെ, ക്ലിയർ ആയോ? ഈക്വൽ സെറ്റ്സും ഈക്വലന്റ് സെറ്റ്സും വേഗം ഒന്ന് വായിച്ചു നോക്കി. ഉമ്മ ഡോറ് പൂട്ട്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈക്വലന്റ് സെറ്റ്സിന് നമുക്ക് എ ഈക്വൽ ടു ബി അല്ലെങ്കിൽ എ ഇങ്ങനെ ബി എന്ന് എഴുതാം. നിങ്ങൾ പഠിക്കുമ്പോൾ ഈക്വൽ സെറ്റ്സിനെ നമ്മൾ എ ഈക്വൽ ടു ബി എന്നും ഈക്വലന്റ് സെറ്റ്സിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്നും പഠിച്ചു വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആവും. കാരണം മേ ബി അത് ബുക്കിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ ഈക്വൽ സെറ്റ്സിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഈക്വലന്റ് സെറ്റ്സിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ മറന്നു പോകത്തില്ലല്ലോ. ഓക്കെ, അടുത്തയിലേക്ക് പോവാം. ഫോംസ് ഓഫ് സെറ്റ്സിലെ ലാസ്റ്റ് വൺ ആണ് ഡിസ്ജോയിന്റ് സെറ്റ്സ് ആൻഡ് ജോയിന്റ് സെറ്റ്സ്. ഡിസ്ജോയിന്റ് സെറ്റ്സ് ആൻഡ് ജോയിന്റ് സെറ്റ്സ്. ഓക്കെ, രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 4 5 6. ഇവിടെ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 3 4 5. ഓക്കെ, ഈ രണ്ട് സെറ്റുകളെ നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വിളിക്കും. കാരണം ദേ ഹാവ് നോ എലമെന്റ്സ് ഇൻ കോമൺ. നോ എലമെന്റ്സ് ഇൻ കോമൺ. രണ്ട് സെറ്റുകൾക്ക് തമ്മിൽ എലമെന്റ്സ് ഒന്നും കോമൺ ഇല്ലെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്. അതേസമയം if two sets have got at least one common element, അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജോയിന്റ് സെറ്റ്. ഇവിടെ 3 കോമൺ അല്ലേ? രണ്ടിലും 3 ഇല്ലേ? അപ്പോ കോമൺ ആയിട്ട് വരുന്ന സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജോയിന്റ് സെറ്റ്. ഏതെങ്കിലും ഒരു എലമെന്റ് എങ്കിലും കോമൺ ആയിട്ട് വരുന്ന സെറ്റുകളാണ് ജോയിന്റ് സെറ്റ്. അതേസമയം ഒരു എലമെന്റ് പോലും കോമൺ ഇല്ലാത്ത സെറ്റുകളാണ് ഡിസ്ജോയിന്റ് സെറ്റ്.
ഇനി ഈ സെറ്റുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്രാം ആണ് വെൻ ഡയഗ്രാം. ഓക്കെ, വെൻ ഡയഗ്രാം സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്രാം ആണ് വെൻ ഡയഗ്രാം. പിന്നെ ഒരു റെക്ടാങ്കിളിനകത്ത് സർക്കിൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡിസ്ജോയിന്റ് സെറ്റിനെ ഹലോ ഓക്കെ, ഒരു ഡിസ്ജോയിന്റ് സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ സർക്കിൾസ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിരിക്കും. ഇതിനകത്ത് സെറ്റ് എയിലെ 1 2 3യും ഇതിനകത്ത് 4 5 6ഉം ആയിരിക്കും ഉണ്ടാവുക, സെറ്റ് എയും ബിയും. അതേസമയം ഒരു ജോയിന്റ് സെറ്റിനെ നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്കും ആ കോമൺ എലമെന്റ് ഇവരുടെ ഇന്റർസെക്ഷനിൽ വരും. 3 1 2 4 5 സെറ്റ് എയും ബിയും 3 അവരുടെ ഇടയിൽ കോമൺ ആയിട്ട് വരുന്നു. ഇതാണ് ജോയിന്റ് സെറ്റ്. ഈ ഷെയ്ഡ് ചെയ്ത പോർഷനിലായിരിക്കും 3നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ്സിന്റെ ടൈപ്പ് എല്ലാം മനസ്സിലായോ? അപ്പൊ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് സെറ്റ്സ് 5 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫൈനറ്റ് ആൻഡ് ഇൻഫിനിറ്റ്, അതുപോലെ തന്നെ ഇതെല്ലാം 2 മാർക്കിന് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനറ്റ് ആൻഡ് ഇൻഫിനിറ്റ്, നൾ ആൻഡ് എംപ്റ്റി, യൂണിറ്റ് സെറ്റ് എന്താ അല്ലെങ്കിൽ പവർ സെറ്റ് എന്താ. മെയിൻ ആയിട്ടും ചോദിക്കുന്നത് ഈക്വൽ സെറ്റും ഈക്വലന്റ് സെറ്റും ആണ് യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വെൻ ഡയഗ്രാമിലേക്ക് പോയാലോ? അടുത്ത ടോപ്പിക് ആണ് വെൻ ഡയഗ്രാം. ഇവിടം വരെ ഉള്ളതിൽ ഇമ്പോർട്ടന്റ് എല്ലാം. അതുപോലെ തന്നെ ഈ ജോയിന്റ് സെറ്റ്സിനെ നമ്മൾ ഓവർലാപ്പിംഗ് സെറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ജോയിന്റ് സെറ്റിനെ ഓവർലാപ്പിംഗ് എന്ന് വിളിക്കാറുണ്ട്, ഓവർലാപ്പിംഗ് സെറ്റ്. അതുപോലെ തന്നെ ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ അവയെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് വിളിക്കാറുണ്ട്. Disjoint sets are sometimes called mutually exclusive sets, whereas joint sets are known as overlapping sets. Underline ചെയ്തിരുന്നു കേട്ടോ. ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന വാക്ക് പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇനിയും കേൾക്കും. അപ്പോ എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാലെന്ന് അപ്പൊ ഓർത്തോണം. ഡിസ്ജോയിന്റ് ആണ്, അവയ്ക്കിടയിൽ കോമൺ ആയിട്ട് ഒന്നും ഇല്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് നമ്മൾ ഇനിയും പഠിക്കും പ്രോബബിലിറ്റിയിൽ. അപ്പോ ഇതൊക്കെ ഓർത്തിരിക്കണം. എക്സ്ക്ലൂസീവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പൊ മലയാള മനോരമ എക്സ്ക്ലൂസീവ്, ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ അതുള്ളൂ, വേറെ ആർക്കും ഇല്ല. ഓക്കെ, അതാണ് എക്സ്ക്ലൂസീവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോ ഡിസ്ജോയിന്റ് സെറ്റുകൾ തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെറ്റിൽ 1 2 3യും രണ്ടാമത്തെ സെറ്റിൽ 4 5 6ഉം ആണ് ഉള്ളത്. അപ്പൊ ഈ 1 2 3 ഇവർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. 4 5 6 ഇവർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ഇവർ തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഒന്നുമില്ല. അതേസമയം നമ്മൾ ജോയിന്റ് സെറ്റ് എടുക്കുമ്പോൾ ഇവരുടെ ഇടയിൽ ഒരു ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവയെ നമ്മൾ ഓവർലാപ്പിംഗ് സെറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ ഓക്കെ ആണോ? അടുത്ത വെൻ ഡയഗ്രാം നോക്കാം. വെൻ ഡയഗ്രാം വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്. സെറ്റിനെ നമ്മൾ ഡയഗ്രാം വരച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് വെൻ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് ആർ കോൾഡ് വെൻ ഡയഗ്രാം. And in a Venn diagram, the universal set is represented by a rectangle. Universal set is represented by a rectangle. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഈവന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ എലമെന്റ്സും വരുന്ന സെറ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ ഒരു റെക്ടാംഗിൾ വരച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ സെറ്റിനെ ഒരു റെക്ടാംഗിൾ വരച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് സെറ്റ്സ് ആർ പ്രസന്റഡ് ആസ് സർക്കിൾസ്. സെറ്റ്സ് ആർ പ്രസന്റഡ് ആസ് സർക്കിൾസ്. സെറ്റ് എ ബി ആണെങ്കിൽ എയും ബിയും ഇങ്ങനെ സർക്കിളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള എലമെന്റ്സിനെ ഓരോ പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെൻ ഡയഗ്രത്തിൽ. അപ്പൊ വെൻ ഡയഗ്രത്തിലെ റെക്ടാംഗിൾ എന്തിനെ കാണിക്കുന്നു? യൂണിവേഴ്സൽ സെറ്റിനെ കാണിക്കുന്നു.
യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സർക്കിൾസ് സെറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിനകത്തുള്ള പോയിന്റ്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓരോ സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ ആണോ? ഹലോ അപ്പൊ നെറ്റ് ഓഫ് ചെയ്തോ?